ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രപഞ്ച നിയമമാണിത്. നാം ഒരിടത്തിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? നാം ചിന്തിച്ചതുകൊണ്ട് മാത്രം ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും കാര്യം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവോ? നമ്മുടെ സങ്കല്പങ്ങളിൽ എന്തെങ്കിലും ശക്തിയുണ്ടോ? സങ്കല്പങ്ങൾക്ക് എന്തിനെയെങ്കിലും സംഭവിക്കുവാനോ സംഭവിപ്പിക്കാതിരിക്കുവാനോ ശക്തിയുണ്ടോ? എന്താണ് സങ്കല്പങ്ങൾ? അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സങ്കല്പങ്ങൾ എന്താവശ്യത്തിനു വേണ്ടിയാണ് നാം ഉപയോഗിക്കേണ്ടത്? സങ്കല്പവും പ്രപഞ്ചവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വരൂ, നമുക്ക് പഠിക്കാം പ്രപഞ്ചത്തിന്റെ ആകർഷണ നിയമത്തെക്കുറിച്ച്. ആകർഷണ നിയമം അല്ലെങ്കിൽ ദ ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് പേർ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രപഞ്ച നിയമമാണിത്. പ്രപഞ്ച നിയമങ്ങളെല്ലാം എല്ലാവർക്കും അറിയില്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയാം, അത് പലരും പ്രാക്ടീസ് ചെയ്യാറുമുണ്ട്. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരൊറ്റ നിയമം മാത്രം എടുത്തുകൊണ്ടാണ് പലരും പഠിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഇതര നിയമങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ വെറും ലോ ഓഫ് അട്രാക്ഷൻ മാത്രം പഠിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇതിനു മുമ്പ് പ്രപഞ്ച നിയമങ്ങളിൽ പല നിയമങ്ങളും പഠിച്ചു. അതിൽ നിന്ന് നമുക്ക് പ്രപഞ്ചത്തിന്റെ പ്രവർത്തന സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടായിട്ടുണ്ടാവും. ഇനി നമ്മൾ പ്രപഞ്ചത്തിന്റെ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് പഠിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആകർഷണ നിയമം എന്നാണ് അർത്ഥം. എന്തിനെയോ ആകർഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. എന്താണ്, എങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കണം. സമാനമായത് സമാനമായതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതാണ് പ്രപഞ്ച നിയമത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം. ക്വാളിറ്റിയുള്ളതിലേക്ക് ക്വാളിറ്റിയുള്ളത് ആകർഷിക്കപ്പെടുന്നു. ഇത് പൂർണ്ണമായും ഒരു ശാസ്ത്രമാണ്. ഇതിനൊരു വിശ്വാസത്തിന്റെ രീതിയിൽ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിടത്തിരുന്ന് എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തിച്ച കാര്യത്തെ ഏതോ ഒരു അദൃശ്യശക്തി നമുക്കുവേണ്ടി നടത്തിത്തരും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്നാൽ വാസ്തവത്തിൽ പ്രപഞ്ച നിയമം അങ്ങനെ ഏതെങ്കിലും അദൃശ്യശക്തിയുടെ അത്ഭുതത്തെ ആശ്രയിച്ചിട്ടല്ല നിലനിൽക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒരു മാജിക് അല്ല, ഒരു ലോജിക്കാണ്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ലോ ഓഫ് അട്രാക്ഷൻ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് അല്ല എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മളിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ്. ആദ്യം നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതുപകരിക്കും. ഞാൻ പലയിടത്തും ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഉദാഹരണം തന്നെയാണ്, എന്നാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തൊരു പൂന്തോട്ടം നിർമ്മിച്ചു വെച്ചാൽ ആ പൂന്തോട്ടത്തിലേക്ക് ചിത്രശലഭങ്ങളും പൂന്തുമ്പികളുമെല്ലാം ആകർഷിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചം അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. എവിടെ നിറയെ പൂക്കളുണ്ടാകുന്നുണ്ടോ പൂമ്പാറ്റകളും തേൻവണ്ടുകളുമെല്ലാം വരുന്ന രീതിയിലാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം. എന്നാൽ നിങ്ങളുടെ മുറ്റത്ത് നിങ്ങളൊരു കുപ്പത്തൊട്ടിയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെങ്കിൽ ആ വേസ്റ്റ് കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പൂമ്പാറ്റകളൊന്നുമല്ല വരിക. അവിടേക്ക് പുഴു, പഴുതാര, പാറ്റ, ഈച്ച, കൊതുകു തുടങ്ങിയ ജീവികളാണ് വരിക. ഇതുതന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്താണോ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് അവിടേക്ക് അതിനനുയോജ്യമായിട്ടുള്ള ജീവികൾ ആകർഷിക്കപ്പെടുന്നില്ലേ? പൂന്തോട്ടത്തിലേക്ക് പൂമ്പാറ്റകൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. കുപ്പത്തൊട്ടിയിലേക്ക് ഈ കൊതുകും ഈച്ചയുമെല്ലാം ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇതിന് നിങ്ങൾ ഇൻവിറ്റേഷൻ കൊടുത്തു വരുത്തിയതൊന്നുമല്ല. ഇത് ഏതെങ്കിലും അദൃശ്യശക്തി നയിച്ചതുമല്ല. ഇത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. ഏത് ജീവികൾ ഏതു ഭാഗത്ത് വിഹരിക്കണം എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഇനി നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മുറ്റത്ത് പൂമ്പാറ്റകൾ വരണമെന്നാണ്. എന്നാൽ നിങ്ങൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് ഒരു കുപ്പത്തൊട്ടിയാണ് എങ്കിൽ അവിടെ ആ അട്രാക്ഷൻ പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ മുറ്റത്തേക്ക് പൂമ്പാറ്റകൾ ആകർഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പൂമ്പാറ്റകളുടെ മേലിൽ നമുക്ക് യാതൊരു ശക്തിയും പ്രയോഗിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്ത് ഒരു പൂന്തോട്ടം നിർമ്മിച്ചു വയ്ക്കുക എന്നുള്ള അത്രയും കാര്യം ചെയ്യാൻ പറ്റും. ഇതുതന്നെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രവർത്തന നിയമം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിലൊരു മാറ്റം കൊണ്ടുവരുവാൻ തയ്യാറാകുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ നിയമം. അതായത് നമ്മുടെ ആന്തരിക ക്വാളിറ്റികൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ആന്തരിക ക്വാളിറ്റികൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ബാഹ്യമായ എക്സ്പ്രസീവായിട്ടുള്ള ക്വാളിറ്റികളും വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതെത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ ആദ്യ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ നിന്നാണ്. കാരണം നമ്മളിൽ എന്തൊരു മാറ്റം നടക്കണമെങ്കിലും അത് തുടങ്ങുന്നത് നമ്മൾ സങ്കല്പിക്കുന്നിടത്തു നിന്നാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതനുസരിച്ച് ജീവിതമായി മാറും.
ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാൻ ഇവിടെ ഇരുന്ന് ഇന്ത്യൻ പ്രസിഡന്റായി മാറണമെന്ന് ചിന്തിച്ചാൽ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റായി മാറും എന്നല്ല അർത്ഥം. എനിക്ക് 1000 കൊല്ലം ജീവിക്കണമെന്ന് ചിന്തിച്ചാൽ ഞാൻ 1000 കൊല്ലം ജീവിക്കുമെന്നുമല്ല അർത്ഥം. ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരറിയേണ്ടത് പോസിബിലിറ്റിയാണ്. എന്നുവച്ചാൽ ഈ ലോകത്ത് നമ്മൾക്ക് പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് എന്ന് ചിന്തിക്കണം. 1000 കൊല്ലം ഞാൻ ജീവിക്കും എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. 100 കൊല്ലം ഞാൻ ജീവിക്കും എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസിബിളാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോസിബിളാണോ എന്നുള്ളത് തീരുമാനിക്കണം. അടുത്ത കാര്യം, നമ്മൾ ചിന്തിക്കുന്ന കാര്യം വെറുതെ ചിന്തിക്കാൻ മാത്രമാണോ പറ്റുക? അതോ ഞാനാ ചിന്തിക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാനും പരിശ്രമിക്കാനും തയ്യാറാണോ? ഞാൻ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ എന്നെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന തലത്തിലുള്ളതാണോ ഞാൻ സങ്കല്പിക്കുന്നതും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, 5ാം ക്ലാസ് വരെ പോലും സ്കൂളിൽ പോയിട്ടില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പോൾ 50 വയസ്സായി. അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കെൻ്റെ ഈ ജില്ലയിലെ കളക്ടറായി മാറണം, ഡിസ്ട്രിക്ട് കളക്ടറായി മാറണം, ഒരു IAS ഓഫീസറായി മാറണം എന്ന് ചിന്തിച്ചാൽ സംഭവിക്കുമോ? ഇല്ല. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് പോസിബിളായിട്ടുള്ള മേഖലയിലായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഏരിയയിലായിരിക്കണം നമ്മുടെ സങ്കല്പങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 2 തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനുവേണ്ടി നമ്മൾ ചിന്തിക്കാനെടുക്കണം. ഒന്ന്, നമ്മുടെ മനസ്സിന്റെ തലത്തിൽ മാത്രം നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യം. മറ്റൊന്ന്, നമുക്ക് ഫിസിക്കലായിട്ട് നേടിയെടുക്കാനുള്ള കാര്യം. ഉദാഹരണത്തിന്, നമുക്ക് സന്തോഷം വേണം. നമുക്ക് സന്തോഷം തീരെയില്ല, നമുക്ക് സന്തോഷം ആവശ്യമാണെന്നിരിക്കട്ടെ. ഇത് നിങ്ങളുടെ മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ, ഉദാഹരണത്തിന് എനിക്കൊരു കാറ് വേണം, കാറുണ്ടായാൽ എനിക്ക് സന്തോഷമുണ്ടാകും. ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാറ് നേടിയെടുക്കേണ്ടി വരും ആദ്യം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാറ് നേടിയെടുക്കുക എന്ന കാര്യത്തിൽ സങ്കല്പം വേണ്ടിവരും. എന്നാൽ അങ്ങനെയൊന്നുമില്ലെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷം വേണമെന്ന് മാത്രമാണ് ആഗ്രഹം എന്നിരിക്കട്ടെ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയൊരു കാര്യം നേടിയെടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ മനസ്സിന്റെ തലത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മനസ്സിലാണ്, സൂക്ഷ്മമാണ്. സൂക്ഷ്മമായവ നേടിയെടുക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളത് സങ്കല്പിക്കുമ്പോൾ തന്നെ നേടിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സന്തോഷം വേണം എന്നിരിക്കട്ടെ. നിങ്ങൾ സന്തോഷം ജനിപ്പിക്കുന്ന ചിന്തകൾ നിർമ്മിക്കുക, സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുക, സന്തോഷത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുക, സന്തോഷിക്കുവാനുള്ള സാധ്യതകൾ മാത്രം തിരയുക, സന്തോഷത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു പ്രാക്ടീസ് ചെയ്താൽ തന്നെ സങ്കല്പങ്ങൾ സന്തോഷമുള്ളവയാകുമ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കും സന്തോഷിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റിയുണ്ട്. എല്ലാം നിറഞ്ഞാലേ സന്തോഷമുണ്ടാവുകയുള്ളൂ എന്നൊന്നുമില്ല. കാരണം എല്ലാം നിറഞ്ഞിട്ടും സന്തോഷമില്ലാത്ത ആളുകൾ ഇവിടെയുണ്ട്. ഒന്നുമില്ലാതെയും സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് സന്തോഷം കണ്ടെത്താൻ വേണ്ടി, അതുപോലെയുള്ള മനസ്സിന്റെ ഫീലിംഗ്സ്, അവയെ കണ്ടെത്താൻ വേണ്ടി നമ്മൾക്ക് സങ്കൽപ്പിക്കുക, ആ രീതിയിൽ ചിന്തിക്കുക എന്ന ഒരൊറ്റ കാര്യം ചെയ്യാനേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്കൊരു വസ്തു വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വേണമെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മറ്റൊരു ലെവലിലുള്ള പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് എന്നിരിക്കട്ടെ. നിങ്ങളിലേക്ക് നല്ലൊരു ജോലിയെ ആകർഷിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജോലി ഏതാണോ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഏതാണ് എന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യണം. അടുത്ത കാര്യം, ആ ജോലി എനിക്ക് നേടിയെടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചാൽ ലഭിക്കാവുന്ന തരത്തിലുള്ള ജോലിയൊക്കെ തന്നെയാണോ എന്നുള്ളത് തീരുമാനിക്കണം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ ആ ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നതായി, ആ ജോലി നിങ്ങൾ നേടിയെടുത്തതായി ചിന്തിക്കാൻ തുടങ്ങണം. ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചുവെന്നും, ആ ജോലിയിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും, ആ ജോലിയിൽ നിങ്ങളിടുന്ന യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിൽ നിങ്ങളെ കാണണം, ആ ജോലി നിങ്ങൾ ചെയ്യുന്നതായി കാണണം, അതിൽ നിന്ന് ശമ്പളം കിട്ടുന്നതായി കാണണം. സുഖമായി ജോലി ചെയ്യുന്നതും സുഖമായി ജീവിക്കുന്നതുമൊക്കെ നിങ്ങൾ മനസ്സിൽ കാണണം. ഭൗതികമായൊരു കാര്യം ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ആ കാര്യത്തെ നമ്മൾ മനസ്സിൽ കാണണം. ഏതൊരു കാര്യവും അങ്ങനെയാണ്. നമ്മളൊരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
ആദ്യമേ പോയി വീട് വയ്ക്കുകയല്ലല്ലോ ചെയ്യുക. 3 സ്റ്റേജുകൾ അതിനുണ്ടാകും. ആദ്യം ഒരു വീടിനെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കും. നമ്മളൊരു വീടുണ്ടാക്കുന്നതല്ല മനസ്സിൽ സങ്കല്പിക്കുക, ഒരു പൂർണ്ണമായ വീടാണ് മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം ഒന്നുകിൽ നമ്മൾ തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എഞ്ചിനീയറുടെ സഹായത്തോടുകൂടെയോ ആ ഒരു വീടിനെ ഒരു പ്ലാനും എലിവേഷനുമൊക്കെ വരച്ചുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. അതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. ഏറ്റവും സൂക്ഷ്മമായ സ്റ്റേജ് വീട് എന്ന സങ്കല്പമാണ്. രണ്ടാമത്തേത് ആ വീടിൻ്റെ പ്ലാനാണ്. മൂന്നാമത്തേതാണ് ആ വീടിനെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് തന്നെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത്. മനസ്സിൽ വീട് വെക്കണം എന്നൊരു സങ്കല്പമുണ്ടായിട്ടില്ല എങ്കിൽ വീട് വെക്കുക എന്ന ഒരു കാര്യം ചെയ്യാനേ പോകുന്നില്ല. മനസ്സിൽ വീട് വെക്കണം എന്നൊരു സങ്കല്പമുള്ളതുകൊണ്ട് വീട് വെക്കും എന്നർത്ഥമില്ല. പക്ഷേ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സങ്കല്പമുണ്ടാകണം. ചിന്തിച്ചതൊക്കെ നടക്കും എന്നർത്ഥമില്ല. പക്ഷേ എന്തെങ്കിലും നടക്കണമെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കണം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഉദാഹരണത്തിനു വേണ്ടി ജോലിയുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ജോലി, ആ ജോലിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. എന്താണെന്നറിയാമോ? ആ ജോലിയിലെ ആളായിട്ട് നിങ്ങൾ മാറുകയാണ്. ആ ജോലിക്കാരനായിട്ട് നിങ്ങൾ മാറുകയാണ്. പതുക്കെ പതുക്കെ നിങ്ങളുടെ ഉള്ളിലെ സങ്കല്പം മുഴുവനും ആ ജോലി ചെയ്യുന്ന വ്യക്തിയുടേതായിട്ട് മാറും. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ഡെവലപ്പാവും. സങ്കല്പം പതുക്കെ പതുക്കെ നിങ്ങളുടെ മനോഭാവമായിട്ട് മാറും. മനോഭാവം നിങ്ങളുടെ ഉള്ളിലൊരു ത്വരയെ ഉണ്ടാക്കും. ത്വര എന്ന് പറഞ്ഞാൽ ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു ഫോഴ്സാണ്. ആ ത്വര നിങ്ങളുടെ ഉള്ളിലൊരു ആർജവമുണ്ടാക്കും. ആർജവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കൽപ്പിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാനുള്ള ഒരു ഫോഴ്സാണ്. അതിനുവേണ്ടി എന്തെങ്കിലും പ്രയത്നം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സാണ്. അതിനെയാണ് നമ്മൾ ആർജവം എന്ന് പറയുന്നത്. ആ ആർജവം നിങ്ങളിലുണ്ടാകും. ഈ ആർജവത്തിലൂടെ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ പ്രയത്നങ്ങളുണ്ടാകും. പ്രയത്നങ്ങൾക്ക് നല്ല ഫോക്കസ് ഉണ്ടാകും. പ്രയത്നങ്ങളിൽ നല്ല ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യും. അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ജോലി നേടിയെടുക്കുവാനുള്ള സാധ്യത മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അല്ലാതെ ഒരിടത്തിരുന്നിങ്ങനെ സങ്കൽപ്പിച്ചതുകൊണ്ട് ജോലി നമ്മളെ തേടിവരും എന്നല്ല അർത്ഥം. 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനകത്ത് ആ ജോലിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ വരുന്നത് കാണാൻ തുടങ്ങും. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ ഒരു വലിയ കാർ കമ്പനിയിൽ നിങ്ങൾക്ക് മാനേജറായി ജോലി ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെ സങ്കൽപ്പിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ആദ്യം. ആ ജോലി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ആ ജോലിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിക്കാൻ തുടങ്ങുന്നു എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റോ മറ്റോ കാണുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയേ ഇല്ല എങ്കിൽ പത്രത്തിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ വാർത്തകൾ വല്ലതും വരുമ്പോൾ പോലും അത് നിങ്ങളുടെ കണ്ണിൽ പെടില്ല. നിങ്ങൾ അങ്ങനെയൊരു സങ്കല്പം മെനഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കണ്ണിൽ പെടുകയുള്ളൂ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? നിങ്ങളുടെ ഉള്ളിൽ തീക്ഷ്ണമായ ഒരു സങ്കല്പം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് ഫിൽട്ടറായി എത്താൻ തുടങ്ങുകയുള്ളൂ. ഫിൽട്ടറായി എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രിപ്പയർഡായിരിക്കണം. നിങ്ങൾ റോഡിലൂടെ വെറുതെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. കാരണം നിങ്ങൾ റോഡിൽ നിന്ന് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് സങ്കല്പിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ റോഡിൽ നിന്ന് നാണയങ്ങൾ കിട്ടണം, എവിടെന്നെങ്കിലും വീണുകിടക്കുന്ന നാണയങ്ങൾ പെറുക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആഗ്രഹത്തോടുകൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നാണയങ്ങൾ കിട്ടും. നിങ്ങൾ റോഡിൽ കിടക്കുന്ന കുപ്പികൾ പെറുക്കണമെന്ന് ചിന്തിച്ച് നടന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുപ്പികൾ കിട്ടും. റോഡിൽ നാണയവുമുണ്ട്, കുപ്പികളുമുണ്ട്, മറ്റു പല സാധനങ്ങളും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ നടന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങൾ നാണയത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുമ്പോൾ നാണയം കിട്ടും. നിങ്ങൾ കുപ്പിയെക്കുറിച്ച് അത് തെരഞ്ഞു നടന്നാൽ നിങ്ങൾക്ക് കുപ്പി കിട്ടും. അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ്? നിങ്ങൾ എന്ത് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എന്നിട്ട് ഒരു തിരച്ചിൽ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. ഇത്രയുള്ളൂ പ്രപഞ്ചത്തിന്റെയും കാര്യം. റോഡിനോട് ഞാൻ പ്രപഞ്ചത്തിനെ ഒന്ന് ഉപമിച്ചു തന്നതാണ്. പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ അവസരങ്ങൾ നിങ്ങളിലേക്ക് ട്യൂണായി വരണമെന്നുണ്ടെങ്കിൽ, ഫിൽട്ടറായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളതിനെ കൃത്യമായിട്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകണം. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇത് ഒരു സൈഡ്. മറ്റൊരു സൈഡ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി സങ്കൽപ്പിക്കുന്നുവെങ്കിൽ ജോലി നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തുടങ്ങും. അത്തരത്തിൽ നിങ്ങൾ സ്വയം ട്യൂണാവാൻ തുടങ്ങും. ആദ്യം പറഞ്ഞത് പ്രപഞ്ചത്തിലുള്ള അവസരങ്ങൾ ട്യൂണായി നമ്മളിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ കണ്ണിൽപ്പെടും.
ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നടക്കേണ്ട ചില പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ. ആ പ്രിപ്പറേഷൻസ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കാൻ തുടങ്ങും. ഇത്തരത്തിൽ നിങ്ങളിലൊരു മാറ്റങ്ങളുണ്ടാകുകയും പ്രപഞ്ചത്തിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഫിൽട്ടറായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രയത്നവും അവസരവും തമ്മിൽ സന്ധിക്കുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ വിജയം അവിടെ സുനിശ്ചിതമായിരിക്കുന്നത്. ഇതോർമ്മ വെച്ചോളൂ. നിങ്ങളുടെ പ്രയത്നം അവസരത്തെ കണ്ടുമുട്ടുന്ന നിമിഷത്തിലാണ് വിജയമുണ്ടാകുന്നത്. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ പ്രയത്നം നടന്നുകൊണ്ടിരിക്കണം. പ്രപഞ്ചത്തിലെ അവസരങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത്. ഇത് ബന്ധങ്ങൾ ശരിയാക്കുന്ന കാര്യത്തിലാണെങ്കിലും ജോലി നേടിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പണം നേടിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണിത് പ്രവർത്തിക്കുക. അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ഒരു മിറാക്കിളല്ല. അത് കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇന്നർ പ്രിപ്പറേഷൻ ഇല്ലാതെ ഔട്ടറായിട്ടുള്ള ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ഔട്ടറായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നർ പ്രിപ്പറേഷന്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ. വെറുതെ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ലോകത്തില്. ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നിങ്ങളിലൊരു മാറ്റം സംഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ പ്രവർത്തിക്കുന്നത്. ഇത് വെറും സങ്കല്പം കൊണ്ട് സംഭവിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല. സങ്കല്പം പതുക്കെ 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 മെറ്റീരിയലൈസായി മാറുവാൻ വേണ്ടിയിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ഇപ്പോ ബന്ധങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ ഇതിനു മുമ്പ് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു തകർന്ന ബന്ധം ശരിയാകാൻ വേണ്ടിയിട്ടുള്ള അഫർമേഷൻ. അപ്പോൾ അതിൽ പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ അഫർമേഷൻ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്നിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം മാറിയിട്ട് ആ വ്യക്തി എന്നിലേക്ക് അടുക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ചിന്താഗതി തന്നെ തെറ്റാണ്. കാരണം എന്താ? ആ അഫർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുമായിട്ട് അകന്നു നിൽക്കുന്ന നമ്മുടെ ഒരു ബന്ധുവിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയല്ല. ആ അഫർമേഷന്റെ ഉള്ളിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ അഫർമേഷനിൽ പറയുന്ന ഓരോ കാര്യവും നമ്മുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രണ്ട് രീതിയിൽ മാറാൻ സാധ്യതയുണ്ട് ആ അഫർമേഷൻ ചെയ്യുമ്പോൾ. ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് ആ വ്യക്തിയോട് നമുക്ക് തന്നെ ഒരു അകൽച്ച ഉണ്ടായതാണ് എന്നുണ്ടെങ്കിൽ ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയോട് അകൽച്ച ഉണ്ടാവാൻ കാരണം ആ വ്യക്തിയുടെ ഏതോ കാര്യം ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ എല്ലാ സ്വഭാവങ്ങളോടുകൂടെ തന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. അപ്പോൾ ആ വ്യക്തി എങ്ങനെയായാലും കുഴപ്പമില്ല, ആ വ്യക്തി എനിക്കിഷ്ടമാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറും. അപ്പോൾ നമുക്ക് ആ വ്യക്തിയോട് സ്നേഹം തോന്നി തുടങ്ങും. നമ്മൾ ആ വ്യക്തിയെ വിളിക്കും, ആ വ്യക്തിയോട് ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾക്ക് സോറി പറയും. ആ രീതിയിൽ മാറ്റങ്ങൾ വരും. ഇനി അതല്ല, നിങ്ങളോട് നിങ്ങളുടെ ഏതെങ്കിലും സ്വഭാവം ഇഷ്ടമല്ലാതെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പിണങ്ങി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ പുതിയ മാറ്റങ്ങൾ വരും. ഏതൊരു കാര്യം കണ്ടിട്ടാണോ നിങ്ങളെ ഇഷ്ടമല്ലാതെയായത് ആ കാര്യത്തിൽ മാറ്റങ്ങൾ വരും. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിനകത്ത് മാറ്റം വരും, നിങ്ങളുടെ സ്വഭാവത്തിനകത്ത് മാറ്റം വരും. നിങ്ങൾ മാറുന്നു എന്നുള്ളത് അറിയുമ്പോൾ, നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു എന്നറിയുമ്പോൾ രണ്ടാമത് ഒരിക്കൽ കൂടെ ആ വ്യക്തിയായിട്ട് എപ്പോഴെങ്കിലും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സാഹചര്യം കിട്ടുന്ന സമയത്ത് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പിണക്കം മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബന്ധം ശരിയാകും. ഇങ്ങനെയാണ് ആ അഫർമേഷൻ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ ഇരുന്ന് ചിന്തിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് അവിടെ മാറ്റമുണ്ടാകുമെന്നല്ല അർത്ഥം. അതൊരു വിശ്വാസം മാത്രമാണ്, അതൊരിക്കലും ശാസ്ത്രമല്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷനും ശാസ്ത്രമാണ്. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷന്റെ പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ലോ ഓഫ് അട്രാക്ഷന്റെ പ്രവർത്തന സിദ്ധാന്തവും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഒരു കാര്യങ്ങളുടെയും പിന്നാലെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോകരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ നമ്മൾ പല രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കണം. ലോ ഓഫ് അട്രാക്ഷൻ ഒരു അറിവാണ്. അറിവ് ഒരിക്കലും വിശ്വാസമല്ല. അറിവില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വാസം കൊണ്ട് നടക്കേണ്ടി വരിക. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ പ്രപഞ്ച നിയമങ്ങളും അറിവാണ്. അറിവിന് വിശ്വാസത്തിന്റെ സപ്പോർട്ട് ആവശ്യമേ അല്ല. അറിവിന് അറിവ് മാത്രം മതി. ആ അറിവ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രപഞ്ചം നിങ്ങൾക്കുവേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല, എന്നാൽ പ്രപഞ്ചം നിങ്ങൾക്കുവേണ്ടി അവസരങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു. അനവധി അവസരങ്ങളുള്ള ഒരു ഖനിയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആ അവസരങ്ങൾക്ക് വേണ്ടി ട്യൂണാവാത്തത് മാത്രമാണ് നമ്മളിൽ അബണ്ടൻസ് ഇല്ലാതിരിക്കുന്നതിനുള്ള കാരണം. ഒരു വ്യക്തി ദരിദ്രനായി തുടരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി ദരിദ്രനായി തുടരുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രയത്നിച്ചാൽ ആർക്കും ഈ ലോകത്തിൽ പണം കിട്ടും, ഇല്ലേ? എന്നാൽ
ആ വ്യക്തിക്ക് എന്തുകൊണ്ടൊക്കെയായിരിക്കാം ദരിദ്രനായി തുടരേണ്ടി വരുന്നത്? ഒരു കാരണം അദ്ദേഹം മടിയനായിരിക്കാം, അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള താൽപ്പര്യമില്ലാതിരിക്കാം, വെറുതെ ഇരിക്കുന്ന സ്വഭാവക്കാരനായിരിക്കാം, അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് കണ്ടും റീൽസ് കണ്ടും ഫോട്ടോസ് കണ്ടും ചാറ്റുകൾ ചെയ്തൊക്കെ ഇങ്ങനെ സമയം കളയുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആ വ്യക്തി അങ്ങനെ ദരിദ്രനായി മാറും. അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവില്ലായ്മയായിരിക്കാം. ജോലി ചെയ്യുവാൻ, നല്ല ഏണിങ്സ് കിട്ടുന്ന ജോലി ചെയ്യുവാൻ നല്ല കഴിവില്ലായ്മയായിരിക്കാം. വളരെ എക്സ്ട്രീമായിട്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം വേറെയാണ്. അത്തരത്തിലുള്ള കാര്യം ഇവിടെ ചിന്തിക്കേണ്ട. സ്വാഭാവികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു വ്യക്തി, എന്നാൽ ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു സമ്പാദ്യം ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തിക്ക് വിദ്യാഭ്യാസമില്ലായ്മയായിരിക്കാം, അറിവില്ലായ്മ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്കില്ലുകളുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിരന്തരം പരിശ്രമിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ലാത്തതിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മവിശ്വാസക്കുറവോ ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് നല്ലൊരു ജോലി നേടാൻ വേണ്ടി പരിശ്രമിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പരിശ്രമിക്കാൻ പറ്റാത്തതും. ഇനി അഥവാ തുടങ്ങിയാൽ തന്നെ അത് സക്സസ്സിലേക്ക് പോകാതെ നശിച്ചു പോകുന്നതിനൊക്കെ കാരണം ആ വ്യക്തിയുടെ ഏതൊക്കെയോ തരത്തിലുള്ള പ്ലാനിംഗ് എബിലിറ്റിയുടെ കുറവോ കോൺഫിഡൻസിൻ്റെ കുറവോ ഒക്കെയാണ്. ഇതൊക്കെ ഇംപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ കാര്യത്തെ പരിഹരിക്കാൻ പറ്റും. എന്നാൽ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിന്തയുടെ തലത്തിൽ നിന്ന് ആരംഭിക്കണം, സങ്കല്പത്തിൽ ആരംഭിക്കണം. ഈ സങ്കല്പത്തിൽ ആരംഭിക്കലിനെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തി എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു. ആ വ്യക്തി ഒരു ചെറിയ ചായക്കട നടത്തിയിരുന്നു. വീട്ടിലാരും സമ്പാദിക്കുന്നവരായിട്ടൊന്നുമില്ല, ഞാൻ മാത്രമാണ് സമ്പാദിക്കുന്നത്. ഞാനൊരു ചായക്കട നടത്തിയിരുന്നു. എന്നാൽ ആ ചായക്കടയിൽ അധികം ആളുകൾ വരാതെ, ആദ്യമൊക്കെ നിറയെ പേർ വന്നിരുന്നു, പിന്നെയൊക്കെ ആരും വരാതെയായി. അങ്ങനെ അതും പൂട്ടേണ്ടി വന്നു. ഇപ്പോൾ ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ഞാനിപ്പോൾ ഈ മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മെച്ചപ്പെടുമോ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്താലും മെച്ചപ്പെടും, എന്നാൽ സ്വാഭാവികമായിട്ട് അത്ഭുതമൊന്നും സംഭവിക്കില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്തു നോക്കൂ, മെച്ചപ്പെടും. പക്ഷെ ശരിക്കും ആ വ്യക്തി ഇപ്പോഴല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, ആ വ്യക്തി പണ്ടേ പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ആ വ്യക്തി ആദ്യമേ പ്രാക്ടീസ് ചെയ്തിരുന്നുവെങ്കിലുള്ള ഗുണം എന്തായിരുന്നു എന്നറിയാവോ? അദ്ദേഹത്തിന് ആ ചായക്കടയിൽ ലാഭമുണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ വരുന്നത്, എന്തുകൊണ്ടാണ് ആ ലാഭം അദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി ഉണ്ടാകുമായിരുന്നു. പിന്നെ ആളുകളുടെ വരവിങ്ങനെ ചുരുങ്ങി വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എൻ്റെ ഷോപ്പിലേക്ക് ആളുകൾ വരുന്നത്, ചുരുങ്ങുന്നത് എന്നുള്ള കാരണം കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. ആ കാരണത്തിന് പരിഹാരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആളുകളെ കൂടുതൽ ആ ഷോപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്തരത്തിലൊന്നും ചിന്തിക്കുവാൻ ആ ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ആ വ്യക്തിക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ആ വ്യക്തിക്ക് കംപ്ലീറ്റ് അത് നഷ്ടത്തിലേക്ക് പോയത്. എന്നാൽ അത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു പ്ലാനിംഗ് ബുദ്ധിയും അതിനനുസരിച്ച് സ്മാർട്ടായി പ്രവർത്തിക്കുവാനുള്ള ഒരു എബിലിറ്റിയും ആ വ്യക്തിക്കുണ്ടായിരുന്നുവെങ്കിൽ ആ വ്യക്തി നഷ്ടത്തിലേക്ക് പോകില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾ സ്ട്രോങ് ആയിരിക്കണം, നമ്മുടെ സങ്കല്പങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം, നമ്മുടെ സങ്കല്പങ്ങൾക്ക് വളരെ നല്ല ശക്തിയും ഷാർപ്പ്നെസ്സും ഫോക്കസും എല്ലാം ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ഷാർപ്പ്നെസ്, ഫോക്കസ്, ശക്തി, നൈരന്തര്യം, നിരന്തരമായി ചിന്തിക്കുവാനുള്ള കഴിവ്, ഇതൊക്കെ നമുക്കുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് ഏത് മേഖലയിലും പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ക്ഷമ വേണം. നമ്മുടെ കയ്യിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനവധി പോസിറ്റീവായിട്ടുള്ള തന്ത്രങ്ങൾ വേണം. ഇതെല്ലാം നമ്മുടെ സങ്കല്പം കറക്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കാക്കുക. അപ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഏതൊരു കാര്യവും ആഗ്രഹിക്കുകയും അത് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുക. മൾട്ടിപ്പിൾ എയിംസ് നമ്മൾ വെച്ചിട്ട് പ്രയത്നിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കതെല്ലാം പ്രായോഗികമാക്കുവാൻ വളരെയധികം പരിശ്രമം ആവശ്യം വരും. അത്രയും പൊട്ടൻഷ്യൽ നമുക്കില്ലായിരിക്കാം. അതുകൊണ്ട് ഒരു സമയത്ത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടേ പരിശ്രമിക്കാവൂ. അത് നേടിയെടുത്ത ശേഷമേ മറ്റൊന്ന് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചിന്ത പോലും ഉണ്ടാക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ജോലി വേണം, വിവാഹവും കഴിക്കണം. 2 കാര്യങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ഏതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ജോലിയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചാൽ തൽക്കാലം വിവാഹം എന്ന കാര്യത്തെ മാറ്റിവെക്കുക. എന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങൾ, ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രസ് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടിയുള്ള ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യണം. മൾട്ടിപ്പിൾ എയിംസ് കൊണ്ട് നടക്കാതിരിക്കണം. 2ാമത്തെ കാര്യം, നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി ഫോക്കസ്ഡായി ചിന്തിക്കാൻ തുടങ്ങണം. അതായത് നിങ്ങൾ ആ സമയത്ത് മറ്റൊന്നിലേക്കും ഡൈല്യൂട്ടഡായി പോകാതിരിക്കാൻ നോക്കണം.
ഉദാഹരണത്തിന് പൈസ സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരാഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പൈസ സമ്പാദിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബിസിനസ്സോ ജോലിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഇത്ര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര പൈസ ഉണ്ടാക്കണം, അതിന് ഞാൻ ഇന്ന ജോലി ചെയ്യണം അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ബിസിനസ് ചെയ്യണം, അത് ആരംഭിക്കണം. അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് അത് മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മൾ നമ്മുടെ സമയം വേസ്റ്റാക്കുന്നത് കുറയ്ക്കണം. നമ്മൾ ആളുകളുടെ ഗോസിപ്പുകൾ പറഞ്ഞിരിക്കുക, അവിടെയും ഇവിടെയുള്ള കഥകൾ കേൾക്കുക, പത്രത്തിലെയും ചാനലിലെ എല്ലാ ന്യൂസുകളും കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള നമ്മുടെ എനർജിയെ ഡൈല്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള, നമ്മളെ സൈഡിലേക്ക് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിപ്പിക്കുന്ന തരത്തിലുള്ള പല പല കാര്യങ്ങളിൽ നിന്ന് വേസ്റ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എത്രയധികം നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ഏകാഗ്രമായിരിക്കുന്നുവോ അപ്പോൾ അതിനെ തപസ് എന്നാണ് പറയുക. തപസ്സിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. തപസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് തപസ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യം നേടിയെടുക്കാനും തപസ് ചെയ്യണം. ആ സമയത്ത് ബാക്കിയെല്ലാം ഉപേക്ഷിക്കണം. ബാക്കി ഒന്നിലേക്കും ശ്രദ്ധ പോകരുത്. അത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കൂ. ഈ പറഞ്ഞതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ മാത്രമാണ്. ഇതൊന്നും കൂടാതെ ലോ ഓഫ് അട്രാക്ഷന് നിഗൂഢ തലങ്ങളുമുണ്ട്. എന്നാൽ നമ്മൾ പ്രായോഗികമായി ചെയ്യേണ്ട സൈഡ് നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിഗൂഢമായ ഭാഗങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഈ നിഗൂഢ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതെന്താണെന്ന് നമുക്കറിയില്ല. അത് നിഗൂഢമാണ്. നിഗൂഢം എന്നതിനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് നമുക്കറിയാത്തതുകൊണ്ടല്ലേ. അപ്പം നമുക്കറിയാത്ത സൈഡിനെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ രഹസ്യ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. നമുക്കറിയാത്തതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്കറിയാത്തതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുവാനും ശ്രമിച്ച് നമ്മുടെ സമയം വേസ്റ്റാക്കാതിരിക്കുക. അതിന് പകരം നമ്മൾ ചെയ്യേണ്ട സൈഡ് എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിഗൂഢമായ വശങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ഭാഗം മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മളിൽ കൊണ്ടുവരേണ്ട പ്രോഗ്രസ് നമ്മൾ കൊണ്ടുവരിക. അതിനുവേണ്ടി സങ്കൽപ്പിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അഫർമേഷൻ ചെയ്യുക. അത്തരത്തിൽ മനസ്സിന് ശക്തി ഉണ്ടാക്കിയെടുക്കുക, ശരീരത്തിന് അത് പ്രവർത്തിക്കുവാനുള്ള ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പരിശ്രമം തുടങ്ങിക്കോളൂ. ശരി, വീണ്ടും നമുക്ക് മറ്റൊരു നിയമവുമായി കാണാം. നന്ദി. ട്രേഡിംഗ് അറിയാത്തവർക്കും സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. വെറും 10,000 രൂപ കൊണ്ട് സാധാരണക്കാർക്ക് പോലും ട്രേഡിംഗിലൂടെ വരുമാനം നേടാൻ സാധിക്കും. 10,000 രൂപ വെച്ച സാധനം ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് മുകളിലായി. എന്റെ കച്ചവടത്തിനേക്കാൾ ലാഭം കിട്ടി. എനിക്കിപ്പോൾ ഒരു ദിവസം 3,000 രൂപയിൽ കൂടുതൽ AI ട്രേഡിംഗിലൂടെ നേടാൻ കഴിയുന്നുണ്ട്. ഞാൻ കുറെ പൈസ കളഞ്ഞു. പിന്നെ ഞാനൊരു 30,000 രൂപ മുടക്കി. ഇപ്പോൾ എനിക്ക് ദിവസവും വരുമാനമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.